തേടിയത്. ക്ഷേത്രത്തിൽ ശുചീകരണ തൊഴിലാളിയായി ജോലിക്ക് വന്ന ഒരു ചെറുപ്പക്കാരൻ. അയാൾ നദീതീരത്ത് വൃത്തിയാക്കാൻ തുടങ്ങി. പക്ഷേ നദീതീരത്ത് പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ ഇടയ്ക്കിടെ കിടക്കുന്നത് അയാൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആരാണ് ആ പെൺകുട്ടികൾ? ഒരു ദിവസം അവന്റെ മേലുദ്യോഗസ്ഥൻ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാൻ ഉത്തരവിട്ടു. അത് ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു ജോലിയാണെന്ന് അയാൾ കരുതി. പക്ഷേ അത് അവസാനിച്ചില്ല. അയാൾക്ക് ഒന്നിനു പുറകെ ഒന്നായി നിശബ്ദമായി മൃതദേഹം സംസ്കരിക്കേണ്ടി വന്നു. പ്രാർത്ഥിക്കാൻ വന്ന പെൺകുട്ടികൾ, ക്ഷേത്ര പരിസരത്തെ സ്കൂൾ, കോളേജ് പെൺകുട്ടികൾ, പതുക്കെ ആ പെൺകുട്ടികൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. ഇത് 2014 വരെ തുടർന്നിരുന്നു. അദ്ദേഹം 100-ലധികം മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരുന്നു. ആരും പറയാൻ ധൈര്യപ്പെടാത്ത ഒരു ഭീകരതയ്ക്ക് ഓരോരുത്തരും നിശബ്ദ സാക്ഷികളായി. 2014-ൽ അദ്ദേഹം പെട്ടെന്ന് ജോലിയിൽ നിന്ന് അപ്രത്യക്ഷനായി. പക്ഷേ ഒരു വാക്കുപോലും പറയാതെ അവൻ പോയത് എന്തുകൊണ്ടാണ്? അത് ഭയമായിരുന്നോ? കുറ്റബോധമായിരുന്നോ? അല്ലെങ്കിൽ അതിലും ഭയാനകമായ എന്തെങ്കിലും? സ്വന്തം ബന്ധുവിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതായി അയാൾക്ക് മനസ്സിലായി. അതായിരുന്നു അവൻ ആ സ്ഥലത്ത് താമസിച്ച അവസാന ദിവസം. ഭയവും ദുഃഖവും കൊണ്ട് അയാൾ കുടുംബത്തോടൊപ്പം മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോയി. വർഷങ്ങളോളം കുറ്റബോധവും ഭയവും സഹിച്ച് ജീവിച്ചതിനുശേഷം മുൻ ശുചീകരണ തൊഴിലാളി ഒടുവിൽ കോടതിയിൽ തെളിവുകൾ നിരത്തി രംഗത്തെത്തി. ആ നിരപരാധികളായ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുമോ? കോടതിയുടെ നിർദ്ദേശം കാരണം ഈ കേസിന്റെ എല്ലാ വിശദവിവരങ്ങളും പങ്കുവെക്കാൻ കഴിയില്ല. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി.